ഹലോ ഗായ്സ്, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇയറിങ്സ് ഞാൻ എടുത്തിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അത്യാവശ്യം വലിയ ഇയറിങ്സ്, ഒരുപാട് വലുതല്ല, എന്നാലും അത്യാവശ്യം വലുതും കുറച്ച് ചെറുതും നമുക്ക് ഒരു ഫംഗ്ഷൻ ഒക്കെ ഇട്ട് പോകാൻ പറ്റുന്ന ടൈപ്പ് അടിപൊളി കുറച്ച് അധികം ഇയറിങ്സ് ഞാൻ എടുത്തിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അപ്പൊ ഞാൻ വെച്ചൊരു ഹോൾ വീഡിയോ ചെയ്യാം. ആക്ച്വലി എനിക്ക് മുന്നേ, കല്യാണത്തിനൊക്കെ മുന്നേ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു ഇയറിങ്സിന്റെ. പക്ഷെ ഇപ്പം കുറച്ചായിട്ട് ഞാൻ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ബേബിയൊക്കെ അയച്ചു ഞാൻ പിന്നെ അങ്ങനെ ഒരുപാട് ഇയറിങ്സ് ഒന്നും ഉപയോഗിക്കാണ്ടായി. കമ്മലൊന്നും ഞാൻ അധികം ഉപയോഗിക്കാറില്ല. ഏതെങ്കിലും ഒരു സ്റ്റഡോ എന്തെങ്കിലും ഗോൾഡിന്റെ തന്നെ ഇട്ട് എല്ലായിടത്തും പോവാറ്. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് എനിക്ക് പഴയതുപോലെ ഒരു ക്രൈസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ഇയറിങ്സ് വാങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ ഇട്ട് പോവാനും ഒക്കെ ആയിട്ട്. എനിക്ക് അങ്ങനെ മാലയിനോട് വലിയൊരു താല്പര്യമില്ല. അപ്പം കുറച്ച് വലിയ ഇയറിങ്സ് ആകുമ്പോൾ നമുക്ക് മാലേന്റെ ആവശ്യം വരില്ലല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ കുറച്ച് ഇയറിങ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് കാണാം. അപ്പോൾ ഫസ്റ്റ് ഡേ ഇതാണ്. ആക്ച്വലി ഞാൻ ഇതൊന്നും പൊട്ടിച്ചു പോലും നോക്കിയിട്ടില്ല. കാരണം സാധാരണ ഇങ്ങനത്തെ ജ്വല്ലറി സെറ്റൊക്കെ നമ്മളൊന്ന് പൊട്ടിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുമ്പോൾ തന്നെ പൊട്ടിച്ചു നോക്കാം. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാമല്ലോ, അങ്ങനത്തെ ഒരു രീതിക്ക് ഞാൻ വിചാരിച്ചു വേണ്ട, വീഡിയോ ചെയ്യുമ്പോൾ തന്നെ പൊട്ടിച്ചാൽ മതി. ആ സീനിൽ ഞാൻ ഒന്നും പൊട്ടിച്ചു നോക്കിയിട്ടില്ല കേട്ടോ. ഇതിന്റെ എല്ലാം ഒരു 500 ബിലോ റേറ്റിനാണ്. 500 എബോ ഒന്നുമില്ല. എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് ഞാൻ എപ്പോഴും പറയുമ്പോൾ തന്നെ ഈ ഭാഗത്ത് കാണിച്ചേക്കാം. പിന്നെ ഇതിന്റെ എല്ലാം എന്താ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടെ. എപ്പോഴും പറയുന്നതാണ്. എന്നാലും ഇത് ഫസ്റ്റ് വന്നിട്ട് ഇയറിംഗ് ആണ്. പക്ഷെ ഒന്നെന്തോ ഇളകിപ്പോയി. ഡാമേജ് ആണോന്ന് എനിക്കറിയില്ല. ഡാമേജ് അല്ല, ജസ്റ്റ് ഒന്ന് ഇളകിപ്പോയത് കേട്ടോ. വീണ് കിടക്കുന്നത്. ഇത് ചെറിയ ഡാമേജ് ഉണ്ട് കേട്ടെ. ഇതിന്റെ ഒരു മുത്ത് ഇളകി കിടക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു അടിപൊളി സെറ്റാട്ടോ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇതിന്. ഈ സംഭവം ഇതാണെങ്കിൽ ആക്ച്വലി നമുക്ക് ഒരു എന്താ പറയാ, ഇതിന്റെ അത്യാവശ്യം കുറച്ച് ഡാമേജ് ഉണ്ട് കേട്ടോ ഈ കമ്മല്. ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഈ ഇയറിംഗ് ആണ്. ഒരു ഗ്രീനില് ഗോൾഡ് ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ഇയറിംഗ്. പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. ഈ ഭാഗത്തായിട്ട് കണ്ടോ, ഈ ഭാഗത്തായിട്ട് ഒരു മുത്ത് ഇളകിപ്പോയിട്ടുണ്ട്. പിന്നെ ഏതൊരു കല്ലും ഇളകിപ്പോയിട്ടുണ്ട്. എന്തായാലും നമുക്കിത് ഇട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. സംഭവം കാണാൻ അടിപൊളിയാട്ടോ ഈ കമ്മല്. അത്യാവശ്യം കുറച്ച് ഹെവി ആണ് കേട്ടോ. ഇതിട്ട എനിക്ക് തോന്നുന്നില്ല ഇന്നെ ഒരു മാലേന്റെ ആവശ്യം ഉണ്ടാവും. ആക്ച്വലി ഈ കമ്മലിന്റെ ഭംഗി അറിയാൻ വേണ്ടിട്ട് ഞാൻ ഈ വൈറ്റ് കുർത്ത ഇട്ടത് പോലും, കുർത്ത സെറ്റ് ഇട്ടത് പോലും. നല്ല ഭംഗിയുണ്ടല്ലേ, നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടോ. പക്ഷെ കുറച്ച് ഹെവി ആണ്, അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് കുറെ സമയം ഇട്ടുന്ന കാതിന്റെ അകത്ത് തീരുമാനമാവുന്നു തോന്നുന്നു. പക്ഷെ ഇത് ചെറിയൊരു ഡാമേജ് ഉണ്ട്. ഞാൻ മിക്കവാറും റിട്ടേൺ ചെയ്യും. പക്ഷെ നമ്മൾ ഇത്രയും, ഇത് ആക്ച്വലി 300-400 ഇടയിലായി എന്നാണ് തോന്നുന്നത്. അപ്പൊ നമ്മൾ ആ റേറ്റിന് ഇപ്പൊ ഡാമേജ് ഉള്ള സാധനം വാങ്ങിക്കണം. പക്ഷെ എന്തായാലും ഞാൻ റിട്ടേൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യോ എന്തെങ്കിലും ചെയ്യും. അടിപൊളി കമ്മലാട്ടോ, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല കമ്മല്. അതുകൊണ്ട് ഞാൻ ചെറിയൊരു മിറർ എടുത്തിട്ടുണ്ട്. അടിപൊളി ഒരു ഗ്രീൻ കമ്മലാട്ടോ. നമുക്ക് ഒരു ഫംഗ്ഷൻ കിട്ടി തക്കണം. പക്ഷെ എന്തോ അങ്ങനെ ഒരു ഇത് ഇളകിപ്പോയി. ഇത് ഈ ഭാഗത്തായിട്ടാണ് ഇളകിയത്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിനെ നോക്കി നിന്നിട്ട് കാര്യം, നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞത് ഒന്നും ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടില്ല. എന്തായാലും വീഡിയോ എടുക്കുമ്പോൾ പൊട്ടിക്കാം. ആ ഒരു ഇതിലെ പൊട്ടിക്കാണ്ടിരുന്ന. ഇത് അത്യാവശ്യം കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും. നിങ്ങൾ എന്ത് വന്നാലും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എന്നാലേ എല്ലാ കമ്മലും ഏതൊക്കെ കമ്മലാ, എന്താ നിങ്ങൾക്ക് എടുക്കാം, അങ്ങനെയൊക്കെ എല്ലാം കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. സോ നിങ്ങളെല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. ഇത് കുറച്ച് അടുത്ത് വന്നിട്ട് ഇങ്ങനത്തെ ഒരു കമ്മലാണ്. ഇങ്ങനെ റിങ് വന്നിട്ടൊരു ജീക്കാതാട്ടോ. എനിക്ക് മുന്നേ ഇങ്ങനത്തെ കമ്മൽ ഭയങ്കര ഇഷ്ടമാണ്. കാണാൻ പറ്റുന്നുണ്ടോ? അത് അടിപൊളി ഒരു എന്താ പറയാ, ഒരു വൈനിന്റെ ഗ്രേപ്പ് വൈൻ ഇല്ലേ, അതിന്റെ ഒരു കളറിൽ ഗോൾഡ്. ഇത് ഭയങ്കര ബ്രൈറ്റ് ഗോൾഡ് അല്ല. ഗൈസ്, ഇതിന്ന് എന്തൊക്കെയോ ഇത് ഇളകി പോകുന്നുണ്ട്.
എങ്ങോട്ടോ പോയി, കിട്ടിയില്ല. പോട്ടെ. ഇതിന് വല്ല ഡാമേജ് ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. നല്ലൊരു കമ്മലാണ്. ഒരു റിങ് അത്യാവശ്യം വലുതാട്ടോ ഇതും. അപ്പൊ നമുക്ക് ഇട്ട് നോക്കാം. ഇതും അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. സത്യമായി ഇങ്ങനത്തെ കമ്മലൊക്കെ ഇടുമ്പോൾ നമുക്കിപ്പം മാലേന്റെ ആവശ്യമില്ല. എനിക്ക് റൗണ്ട് ഫേസ് ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ റിങ് വന്നിട്ട് ഇതൊക്കെ അത്യാവശ്യം ചേരും. കുറെ പേര് ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എന്റെ മാത്രം വിശ്വാസം ആയിരിക്കാം, പക്ഷെ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കമന്റ് ഉണ്ടല്ലേ ഏത് കമ്മലാണ് എനിക്ക് നല്ലോണം ചേരുന്നത് എന്ന് ഫുൾ വീഡിയോ കണ്ടിട്ട് എനിക്ക് കമന്റ് ഇടുന്ന കേട്ടോ. ഈ കമ്മൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയില്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ഇതും ഒരു 300-400 റേഞ്ചിന്റെ ഉള്ളിലുള്ള കമ്മലാണ്. നല്ല ഭംഗിയുള്ള കമ്മലാട്ടോ, സത്യമായിട്ടും നല്ലോണം ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നമുക്ക് എല്ലാ ഡ്രസ്സിന്റെ കൂടെ ഇടാം, ഈവൻ ചുരിദാറിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഇടാം. അത്രയും നല്ല കമ്മലാണ്. അപ്പൊ നമുക്കിനി അടുത്ത കമ്മൽ നോക്കാം. അടുത്തത് ഇതാണ്. ആക്ച്വലി ഞാൻ എന്തൊക്കെ കമ്മല വാങ്ങിച്ചതെന്ന് ഞാൻ മറന്നുപോയി. ഇത് 3 എണ്ണം ഉണ്ട്. എനിക്കൊന്ന് ഇത് 3 ഒരു സെല്ലർ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. ഇത് വന്നിട്ടൊരു മൾട്ടി കളറാണ്. നമുക്ക് എല്ലാ ഡ്രസ്സിന്റെ കൂടെ നമുക്ക് ഇടാൻ പറ്റും. കുറച്ച് വലുതാണ്, നല്ല ഭംഗിയില്ലേ, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഗൈസ്, മൾട്ടി കളർ. പക്ഷെ ഇതിന് വേറെ ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്കിത് ഇട്ട് നോക്കാം. ഇനി ഇതിട്ടാലും അടിപൊളിയായിരിക്കും എന്നാണ് എന്റെ മനസ്സ് പറഞ്ഞത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല വലുതാണല്ലേ, പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനങ്ങനെ ഇത്രയും വലിയ ഇയറിങ്സ് ഒന്നും ഉപയോഗിക്കുന്ന ആളല്ല. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഇയറിങ്സ് ഞാൻ ഉപയോഗിക്കാറുള്ളൂ സാധാരണ. പക്ഷെ ഓക്കെയാണ്, കുഴപ്പമില്ല. എനിക്കിത് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് എന്തായാലും കമന്റ് ഉണ്ട്. എനിക്ക് എങ്ങനത്തെ കമ്മല ചേരുതിൽ ഏത് കമ്മല എനിക്ക് കൂടുതൽ സ്യൂട്ട് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. ഇതാണ് ആ കമ്മല്, ഞാൻ നോക്കട്ടെ കണ്ണാടിയില്. നല്ല ഭംഗിയുണ്ട് ഗൈസ്, നല്ല ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഇട്ട സത്യമായിട്ടും നിങ്ങൾക്ക് ഇനിയിപ്പോ തോന്നണല്ലേ, ഇതൊക്കെ ഇട്ട പിന്നെ കമ്മല് ഇട്ട് കഴിഞ്ഞാൽ, ഈ കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇനി ഒരു മാലേന്റെ ആവശ്യം വരണില്ല. ആക്ച്വലി എനിക്ക് ഇത് ഇവിടെ തട്ടുന്നുണ്ട്. അത്ര അടിപൊളി കമ്മലാട്ടോ ഇത്, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഗൈസ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ? നിങ്ങൾ എങ്ങനത്തെ ടൈപ്പ് കമ്മല ഇഷ്ടപ്പെടുന്നതൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ. നമുക്ക് അപ്പൊ അടുത്തത് നോക്കാം. അടുത്തത് വന്നിട്ടൊരു ബ്ലൂ ആണ്. ആക്ച്വലി ഞാൻ സെലക്ട് ചെയ്ത ബ്ലൂ ഇതല്ല കേട്ടോ. ഞാൻ സെലക്ട് ചെയ്ത ഒരു നല്ലൊരു നേവി ബ്ലൂ, ഒരു ഡാർക്ക് ബ്ലൂ, ഒരു ബ്ലാക്ക് ആണെന്ന് തോന്നും. അങ്ങനത്തെ ഒരു ബ്ലൂ ഇല്ലേ, ഡാർക്ക് നേവി ബ്ലൂ എന്നൊക്കെ പറയും. ഞാൻ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇത് വന്നിട്ടൊരു എന്താ പറയുക, ബ്രൈറ്റ് ബ്ലൂ. അതുമല്ല വീഡിയോയിൽ കാണുമ്പോൾ ഇതിന് ഇത്ര വലുപ്പമില്ല. ഇത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട്, പക്ഷെ നൈസാണ്, പക്ഷെ എന്നാലും വലിയൊരു സുഖം എനിക്ക് തോന്നണല്ലോ കണ്ടിട്ട്. അപ്പൊ നമുക്കിത് ഇതിനിട്ട് നോക്കാം കേട്ടോ. ഈ കമ്മലിന്റെ ഒക്കെ പല ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ഇതുണ്ട്, ഒരു റെഡ് ഉണ്ട്, ഇതിന്റെ തന്നെ മൾട്ടി കളർ ഉണ്ട്. അങ്ങനത്തെ കുറെ ഷെയ്ഡിൽ ഈ കമ്മൽ അവൈലബിൾ ആയിരുന്നു. ഞാൻ വെച്ചൊരു ബ്ലൂ എടുക്കാം. എനിക്ക് അത്യാവശ്യം കുറച്ച് ബ്ലൂ ഡ്രസ്സ് കുറച്ച് കൂടുതലാണ്, മീൻസ് ലെഹങ്ക അങ്ങനത്തെ ഡ്രസ്സൊക്കെ എനിക്ക് ബ്ലൂ ഉണ്ട്. അപ്പൊ ഞാൻ വെച്ചാൽ അതിന് ഇടാന്നുള്ള രീതിക്ക് എടുത്തത്. പക്ഷെ എന്റെ ഡ്രസ്സിന്റെ ബ്ലൂ ഈ ബ്ലൂ അല്ല, അത് ഞാൻ ഉദ്ദേശിച്ച ബ്ലൂ ആയിരുന്നു. ഇതും അത്യാവശ്യം, ഞാൻ നേരത്തെ ഇട്ടതും കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതും അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, പക്ഷെ ഇട്ടപ്പോ നല്ല ഭംഗിയുണ്ടല്ലേ, ഇട്ട നല്ല രസമുണ്ടെന്ന് തോന്നണല്ലേ. പക്ഷെ എനിക്കെന്തോ കളർ കണ്ടിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടായില്ല. ഒരു വൈറ്റും ഒരു ബ്ലൂ, അങ്ങനെ ഒരു, എനിക്ക് തോന്നുന്നത് സിൽവറിലാട്ടോ വരുന്നത്, ഗോൾഡ് അല്ല സിൽവറിലാണ് ഈ ബ്ലൂ. നല്ല ഭംഗിയുണ്ടാ, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, പക്ഷെ കൊള്ളാട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇത് വന്നിട്ടൊരു ഈ സൈഡിലൊക്കെ ഒരു എന്താ പറയാ, ഒരു വൈറ്റ് ബീഡ്സും അങ്ങനെയൊക്കെ ആയിട്ട് നടുക്കൊരു വൈറ്റ് സ്റ്റോണും, നൈസാണ്. ഇതും അത്യാവശ്യം വലുതാണ്. അപ്പൊ നമുക്കിനി അടുത്ത കമ്മൽ എന്താ നോക്കാം. നെക്സ്റ്റ് ഇതാട്ടോ, അതായത് ഗോൾഡും
വൈറ്റും കോമ്പിനേഷനിലുണ്ട്. ഇതൊക്കെ നമുക്ക് എല്ലാ ഡ്രസ്സിന്റെ കൂടെ ഇടാം. ഈവൻ നമുക്ക് ഇപ്പോ ഒരു ഡ്രസ്സിന് എന്താ പറയാ നമുക്ക് മാച്ച് ആയിട്ട് ഒരു കമ്മലും ഇല്ലെങ്കിൽ നമുക്ക് ഇത് അടിപൊളിയായിട്ട് ചേരും. ഈ കമ്മലൊക്കെ ഈ ഷെയ്ഡൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാ ഡ്രസ്സിന്റെ കൂടെ നമുക്ക് പോവും. അത്യാവശ്യം എല്ലാത്തിൻ്റെ കൂടെ ഇടാം. ഇതും വലുതാണ്. പക്ഷെ ഞാൻ വീഡിയോയിൽ കണ്ടപ്പോ മീൻസ് ഇത് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഫോട്ടോയിൽ കണ്ടപ്പോ ഇതിനൊന്നും ഇത്രയും സൈസ് നമുക്ക് തോന്നിക്കില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും സൈസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇത് ഓർഡർ ചെയ്തു. പക്ഷെ ഇത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഞാൻ വാങ്ങിച്ച മിക്കവാറും കമ്മലൊക്കെ നല്ല സൈസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് എടുത്ത ഗ്രീനും അതെ. പക്ഷെ ആ ഗ്രീന് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നോക്കാം. ഇത് വന്നിട്ടതേ ജസ്റ്റ് കുറച്ച് വൈറ്റ് കളറില്. ഇത് വന്നിട്ട് കുറച്ച് വൈറ്റ് മുത്തിങ്ങനെ തൂങ്ങിയിട്ട് വലിയ ബീഡ്സും ഉണ്ട് ചെറുതും ഉണ്ട്. പിന്നെ വൈറ്റ് സ്റ്റോണും ഒരു ഫ്ലവറും പിന്നെ എന്താ 2 അരയന്നൊക്കെ ഇരിക്കുന്ന അങ്ങനത്തെ ഒരു മോഡലാട്ടോ. നമുക്ക് എന്തായാലും ഇട്ട് നോക്കാം. ഒരു ട്രഡീഷണൽ അങ്ങനെയൊക്കെ പറയാൻ വേണമെങ്കിൽ ഈ കമ്മലിന്. നല്ല ഭംഗിയുണ്ട്. ഇതും അത്യാവശ്യം നല്ല എന്താ പറയാ നീളമുള്ള ഒരു കമ്മലും നല്ല വെയിറ്റ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് കുറെ സമയം ഇട്ടുന്ന കാതിന് എന്തായാലും പണി കിട്ടുന്നുള്ള ഉറപ്പാ. പക്ഷെ ഇപ്പൊ അങ്ങനെ കിട്ടാണ്ട് മീൻസ് നമുക്കിങ്ങനെ കാതിന് ചെവിക്ക് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഹെവി തോന്നിക്കാണ്ടിരിക്കാൻ എന്തോ ഒരു സ്റ്റിക്കർ ഒരു സംഭവം അത് നമ്മളിപ്പോ ഒട്ടിച്ചിട്ടാണ് കമ്മലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കാലിങ്ങനെ ഒരുപാട് ഇങ്ങനെ തൂങ്ങി അങ്ങനെയൊന്നും വരില്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ കുറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി പരീക്ഷ നോക്കിയത് ഞാൻ പറഞ്ഞില്ല ഒരുപാട് ഹെവി ആയിട്ടുള്ള കമ്മൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. കുറെ നാളായി യൂസ് ചെയ്തിട്ട്. പക്ഷെ നൈസാണ് കേട്ടോ. നമുക്ക് അടുത്ത നോക്കാം. സംഭവം എന്തൊക്കെയാ വാങ്ങിയെന്ന് ഞാൻ മറന്നുപോയി കഴിച്ചു. ഇതൊരു അടിപൊളി കമ്മലാട്ടോ. ഒരു എന്താ പറയാ ഒരു ഓക്സിഡൈസ്ഡ് അല്ലെങ്കിൽ ഒരു സിൽവർ. ഇതാണ് കമ്മൽ. കുറച്ച് വെറൈറ്റീസ് ആണല്ലേ ഇത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ എടുത്തു. പക്ഷെ ഇത് അത്ര വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള കമ്മൽ. നമുക്കിങ്ങനെ കാണുമ്പോ തന്നെ മനസ്സിലാവും. ഇങ്ങനെ എന്താ പറയാ അതിന്റെ താഴത്തതേ ഒരു വൈറ്റ് മുത്തൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. ഇത് നമുക്ക് അത്യാവശ്യം കുർത്തേന്റെ കൂടെ ഒക്കെ ഇട്ടാൽ അടിപൊളിയായിരിക്കും. നമുക്കപ്പോ എന്തായാലും ഇട്ട് നോക്കാം. വലുതാണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഒരു എന്താ പറയാ ഒരു ഭയങ്കര ഹെവി ആയിട്ടൊന്നും ഫീൽ ചെയ്യണില്ല. കാതിൽ ഉണ്ടെന്ന് തന്നെ തോന്നില്ല. അത്രയ്ക്ക് മാത്രം വെയിറ്റ് ഒന്നും ഇല്ല കേട്ടത്. എന്തൊരു നല്ല ഭംഗിയില്ലേ ഗൈസ്. ഒരു രസമുള്ള കമ്മലാട്ടോ ഇത്. നല്ലോണം ഇഷ്ടപ്പെട്ടു. ഈ ഡ്രസ്സിനോട് എനിക്കൊന്ന് ഈ കമ്മൽ നല്ലോണം ചേരുന്നുണ്ട്. ഇത് ഒരുപാട് അങ്ങനെ എന്താ പറയാ കുറച്ച് നീളം ഉണ്ടെങ്കിൽ പോലും ഭയങ്കര വലുതും അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യണില്ല. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്മല്. അപ്പൊ നമുക്കിനി അടുത്ത് നോക്കാം. എനിക്ക് തോന്നുന്നു ഇതില് 1-2 ഉണ്ടായിരിക്കും. എന്താ പറയാ ഒരു ബ്ലാക്ക് മെറ്റലില് ഒരു വൈറ്റ് അല്ല ഒരു ബ്ലാക്ക് മെറ്റൽ പോലെ തന്നെ ഒരു മെറ്റലാട്ടോ. മീൻസ് ഇതിന്റെ ഒരു മെറ്റൽ വന്നിട്ട് ഒരു ബ്ലാക്ക് മെറ്റലോ അങ്ങനെ എന്തോ ആയിരുന്നു ഇതിന്റെ പേര് തന്നെ. ഇത് കാണാൻ ഒരു ബ്ലാക്ക് മെറ്റൽ പോലത്തെ പക്ഷെ എന്തോ സ്റ്റോൺ ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം വലുതാണ്. ഇത് ഫുൾ ഒരു പേസ്റ്റൽ ബ്ലൂ ഒരു ഗ്രീൻ ഒരു പിങ്ക് അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഒരു ഫുൾ പേസ്റ്റൽ ഷെയ്ഡാട്ടോ. അപ്പൊ നമുക്ക് അപ്പതേ ഇതാണ് ആ കമ്മല്. നല്ല ഭംഗിയില്ലേ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതെന്തോ ഒരു കൊറിയൻ അങ്ങനെയായിരുന്നു കേട്ടോ ഇതിന്റെ പേരും. ഇതും റേറ്റ് എല്ലാം 500 ബിലോ റേറ്റ് 450 500 എബോ ഞാൻ ഇല്ല ഒന്നും വാങ്ങിയിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. എന്താണ് ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ എന്തായാലും കാണിച്ചു വെക്കാം. എന്നിട്ട് ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പൊ ഇതാണ്. ഇത് നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഇത് കുറെ സമയത്ത് ഞാൻ പറഞ്ഞാലും എന്തായാലും നമുക്ക് ചെവി വേനിക്കട്ടോ. എനിക്കിത് ഇപ്പൊ തന്നെ മാറ്റി ചെറുങ്ങനെ വേനിക്കുന്നുണ്ട്. നല്ല കമ്മലാട്ടോ. എന്താ പറയാ ഇപ്പൊ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു പേസ്റ്റൽ ഷെയ്ഡുള്ള ഡ്രസ്സൊക്കെ ഇടാണെങ്കിൽ ഇത് നല്ലോണം പോകും. ഈവൻ നമുക്ക് കുർത്ത സെറ്റിന്റെ കൂടെ ഒരു പെയർ ചെയ്യാൻ പറ്റും. അത്രയും നല്ലൊരു കമ്മല. നെക്സ്റ്റ് നോക്കാം. അപ്പൊ നമുക്ക് യെസ് ഇതെന്തോ ഭയങ്കര ഹെവി. ഇതാണ് ആ കോംബോ കേട്ടോ. ഇതിന്റെ ബോക്സ് തന്നെ നോക്കുക ഭയങ്കര
അടിപൊളി ബോക്സിങ് ഒക്കെ അല്ല പാക്കിംഗ് ഒക്കെ ഒരു അടിപൊളി പാക്കിംഗ് കേട്ടോ. താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? താഴെ പോകുന്നു കണ്ടോ, വലിയ അടിപൊളി കുറച്ച് പാക്കിങ്ങിലൊക്കെ ആയിട്ട് ഈ കമ്മല്. ഇതാണ് ഞാൻ പറഞ്ഞത്, മീൻസ് അങ്ങനെ ഒരുപാട് ഹെവി കമ്മലൊന്നും ഇടാൻ താല്പര്യം ഇല്ലാത്തവർക്ക് പറ്റിയൊരു അടിപൊളി ഓപ്ഷൻ ആട്ടോ ഈ ഒരു കമ്മല്. ഇത് വന്നിട്ട് 2 ജിമിക്കാണ്, സെയിം മോഡലില് സെയിം മോഡലിലുള്ള 2 ജിമിക്ക കേട്ടോ. ഇത് വന്നിട്ട് രണ്ടിനും കൂടിയിട്ടൊരു റേറ്റും വലിയ റേറ്റ് ഭയങ്കര കുറവായിട്ടുള്ള 2 ജിമിക്ക. ഇത് തീരെ വെയിറ്റ് ഇല്ല കേട്ടോ. ഇത് ഇങ്ങനത്തെ കമ്മലിട്ട് നമുക്ക് അങ്ങനെ അധികം കാതും വേവിക്കില്ല. ഇതാണ് സംഭവം. നല്ല ക്യൂട്ടായിട്ടില്ലേ കമ്മല്. ഇതിന്റെ തന്നെ റെഡും ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. രണ്ട് കളറ് കമ്മലും എന്താ പറയാ, നമുക്ക് അത്യാവശ്യം എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും പോകും. ബ്ലാക്ക് പിന്നെ എല്ലാത്തിനൂടെയും പോകുമല്ലോ. റെഡും അതെ, റെഡ് ഒരു മെറൂൺ അങ്ങനത്തെ ഒരു ഷെയ്ഡ് കമ്മല്. നമുക്കൊക്കെ നല്ല ഭംഗിയില്ലേ, ഭയങ്കര അത്യാവശ്യം ക്യൂട്ടായിട്ടില്ലേ ഈ കമ്മല്. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇട്ട് നോക്കാം കേട്ടോ. ഇതെന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്ക് ഉറപ്പാണ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. സംഭവം എന്താ വെച്ചാൽ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഭംഗിയില്ലേ. ഇത് നമുക്കിങ്ങനെ പട്ടുപാവടേന്റെ കൂടെ ഒക്കെ ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. കുറച്ച് ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും. ഈവൻ നമുക്ക് കുറച്ച് വർക്കൊക്കെ ഉള്ള ചുരിദാർ ഇട്ടാലും ഇത് അടിപൊളിയായിട്ട് പോകും. അപ്പൊ നമുക്കടുത്ത് റെഡ് ഇട്ട് നോക്കാം. നല്ല ഭംഗിയുണ്ട്, ഭയങ്കര ക്യൂട്ടും ആണ്. ഇത് തീരെയും വെയിറ്റും ഇല്ല. ഇപ്പൊ ഒരുപാട് ഇങ്ങനെ വലിയ കമ്മലൊന്നും ഇവിടെ ഇഷ്ടമില്ലാത്തവർക്ക് ഇതൊരു അടിപൊളി ചോയ്സ് ആയിരിക്കും കേട്ടോ. ഇങ്ങനത്തെ ജിംക്ക മീൻസ് നമ്മൾ മലയാളികൾക്ക് അല്ല, നമുക്ക് പെൺപിള്ളേർക്ക് ഈ ജിംക്കനുള്ളൊരു പ്രത്യേക താല്പര്യമല്ല എപ്പോഴും. അപ്പം അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ കമ്മല്. ഞാൻ ആക്ച്വലി എന്താ പറയാ, ഇപ്പൊ ഇങ്ങനത്തെ കമ്മലെടുത്ത് ഞാൻ ജിംക്ക എടുക്കാത്ത എപ്പോഴും നമ്മൾ കാണുന്നത് ഇപ്പൊ എല്ലാ ഫംഗ്ഷന് പോയാലും എല്ലാവരും മിക്കവാറും ഇടാൻ ജിംക്ക തന്നെ ആയിരിക്കും. അപ്പൊ കുറച്ച് മാറ്റി പിടിക്കാന്നുള്ള രീതിക്കാണ് ഞാൻ ഇങ്ങനത്തെ കുറച്ച് ജിംക്ക അല്ലാത്ത മോഡലൊക്കെ എടുത്തത്. നല്ല രസമുണ്ട് കേട്ടോ. നമുക്കിനി അടുത്തത് നോക്കാം. ഇത് ലാസ്റ്റ് ആട്ടോ. ഇത് വന്നിട്ട് ഒരു മൾട്ടി കളർ, ഒരു ഗ്രീൻ, ഒരു പിങ്കോ റെഡോ അങ്ങനത്തെ ഒരു കളറിലുള്ള ഒരു ജിംക്കയാണ്. ഇത് ഒരുപാട് വലുതല്ല മീൻസ് ഒരുപാട് ഹെവി സാധനമല്ല കേട്ടോ. ഇത് സിമ്പിളാണ്, ഭയങ്കര ഇതിന്റെ ഈ സംഭവം കുറച്ച് വളഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, നമുക്കിങ്ങനെ ഇതിന്റെ എന്തോ ഒരു സാധനമൊക്കെ ഇത് അഴിഞ്ഞു വീണു ഗൈസ്. ഇത് രണ്ടിന്റെയും മറ്റേ ആ ബാക്കിലെ കമ്പി ഇങ്ങനെ വളഞ്ഞാട്ടായിരുന്നു. ഇതാണ് ആ കമ്മൽ. നല്ല ഭംഗിയില്ലേ, ഒരു ഗ്രീനും ഒരു പിങ്കും. പിന്നെ അതെ നല്ല ഗോൾഡ് ആട്ടോ ഇത്. അതിന്റെ അറ്റത്ത് വൈറ്റ് മുത്തൊക്കെ ഇങ്ങനെ തൂങ്ങിയിട്ടുള്ള ഒരു അടിപൊളി കമ്മല. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷെ കുറച്ചൊരു എറിച്ച ഗോൾഡ് ആണെങ്കിൽ പോലും ഭംഗിയുണ്ട്. നമുക്ക് ഇട്ട് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. നല്ല ഭംഗിയുണ്ടല്ലേ ഈ കമ്മലും. ഇതും വലിയ റേറ്റ് ഒന്നും ഇല്ലാത്തൊരു കമ്മലായിരുന്നു കേട്ടോ. ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ഇയറിങ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു എന്താ പറയാ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആയിരിക്കും ഈ കമ്മലൊക്കെ. ഇതും നേരത്തെ ഇട്ടിരുന്നതും ഒക്കെ ആയിട്ട് ഭയങ്കര സിമ്പിൾ ആണ്. പക്ഷെ ഇതൊന്നും അധികം വെയിറ്റ് ഒന്നുമില്ല. ആദ്യം കാണിച്ചൊക്കെ നല്ല വെയിറ്റും ഉണ്ടായിരുന്നു, പക്ഷെ ഇത് വലിയ വെയിറ്റ് ഇല്ല. ഒരു മൾട്ടി കളർ, നമുക്ക് അത്യാവശ്യം എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും പോവും. കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോൾ സാരീന്റെ കൂടെ ഒക്കെ പോകുന്ന ഒരു അടിപൊളി പെയർ കമ്മലാട്ടോ ഇതും. അപ്പോ ഇത്ര ഇയറിങ്സ് ആണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്യണം, എനിക്ക് ഏതാണ് കുറച്ചും കൂടി നന്നായിട്ട് ചേരുന്നത്, ഏതാണ് എനിക്ക് അടിപൊളിയായിട്ട് ചേരുന്നതെന്നൊക്കെ എനിക്ക് എന്തായാലും കമന്റ് ചെയ്യണം. പിന്നെ ഇതിന്റെ എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ നോക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ലിങ്ക് ത്രൂ കയറി നോക്കാം. എല്ലാം ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് വെച്ചാൽ എല്ലാം 500 ബിലോ റേറ്റിനാണ്. അപ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നത്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ കുർത്ത സെറ്റ് ഇത് ഞാൻ മിന്ത്രയിൽ വാങ്ങിച്ചതാട്ടോ. 1200 ബിലോ റേറ്റിന്. മിക്കവാറും ഞാൻ ഹോൾ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരും എനിക്ക് കമന്റ് ചെയ്യലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് ചെയ്യും ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് എവിടെ നിന്നാണ് എടുത്തത്, അതിന്റെ റേറ്റ് എത്രയാ, ഡീറ്റെയിൽസ് ഒന്ന് അയക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിനു മുന്നേ ഞാൻ പറഞ്ഞതാണ്, ഈ ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുള്ളത് മിന്ത്രയെന്നാണ്. ഒരു വൈറ്റില് ഒരു റോസിന്റെ ഒരു എംബ്രോയിഡറി ഒക്കെ വന്നിട്ട് ഒരു സിമ്പിൾ ആണ്, പക്ഷെ ഭയങ്കര ലുക്കാട്ടോ, റിച്ച് ലുക്കുള്ള ഒരു കുർത്ത സെറ്റാണ്. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തേക്കാം. ഒരു അടിപൊളി കോട്ടൺ കുർത്ത സെറ്റാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇടാൻ.
അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരാം. പിന്നെ ഇനി നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് വീഡിയോ ചെയ്യണം അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് പ്രോഡക്റ്റാന്നുള്ളത് എനിക്ക് ജസ്റ്റ് കമന്റ് ചെയ്യോ, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ ഐ ഡി ഞാൻ എന്തായാലും ബയോയിൽ കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യോ എന്തെങ്കിലും ചെയ്താൽ മതി. ഞാൻ എന്തായാലും ആ സംഭവം എടുത്തിട്ട് ഇതുപോലെ വീഡിയോ ചെയ്യാം, ഹോൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത് ഇതിലും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ.